ഉമ്മയുടെ കുടുംബക്കാരെ വിടുവനും കൈയൊഴിഞ്ഞ വേദന സഹിക്കാൻ കഴിയാതെ ഒറ്റപ്പെടലിന്റെ വേദനയുമായി പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിനകത്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂല് വേദനിക്കുന്ന മനസ്സോടെ കിടന്നുറങ്ങുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിൽ തട്ടികെട്ട് വിളിക്കുന്ന നബിയേ, യാ റസൂലല്ലാഹ്, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ, അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ, അല്ലാഹ് അങ്ങയോട് ദേഷ്യമില്ല നബിയേ, എഴുന്നേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ്, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് പോയിട്ട് 7 പ്രാവശ്യം ഒന്ന് തവാഫ് ചെയ്യൂ നബിയേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകർ പടച്ചവരെ പരിശുദ്ധമായ കഅബയുടെ ചുറ്റും 7 പ്രാവശ്യം നടക്കുകയാണ്. ആ നടത്തം കഴിയുമ്പോ പ്രവാചകനോട് പറഞ്ഞൊന്ന് കണ്ണടച്ച് കിടക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ കണ്ണടച്ച് കിടക്കുകയാണ്. പ്രവാചകന് കണ്ണടച്ച് കിടക്കുമ്പോ അവിടെ നിന്നൊരു സർജറി ചെയ്യുകയാ. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുണർത്തിയിട്ട് യാ റസൂലല്ലാഹ്, ബുറാഖ് എന്ന് പറയുന്ന വാഹനം വന്ന് നബിയേ ഒന്ന് കേറുമോ നബിയേ, ഒന്ന് കേറി നബിയേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹുവിന്റെ പ്രവാചകര് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര തുടങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, യാത്ര തുടങ്ങി. അപവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ ജിബ്രീൽ പറയുന്നു നബിയേ, എഴുന്നേറ്റ് ഉമ്മയുടെ ഖബറിന്റെ അടുക്കലും നിറങ്ങ് നബിയേ. പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ ചാരത്തിറങ്ങി 2 റക്അത്ത് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതിറങ്ങിയത് മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുന്നിലോ അവിടേക്ക് ഇറങ്ങി ദുആ ചെയ്യുകയാണ്. ഇങ്ങനെ പ്രവാചകനെ പടച്ചവനെ 3-4 സ്ഥലങ്ങളിൽ ഇറങ്ങി നിസ്കരിച്ചു. എന്നിട്ട് അവസാനം മസ്ജിദുൽ അഖ്സയിൽ ചെന്നിട്ട് എല്ലാ പ്രവാചകന്മാർക്കും ഇമാമാവുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമാവുകയാ. അവിടെ നിന്ന് എല്ലാവർക്കും ജമാഅത്തായി ഇമാമത്തായി നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ 4ാമത്തെ അവസരം അങ്ങ് ജനിച്ചപ്പെടാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച് കളഞ്ഞ, ശൈത്താന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച എന്റെ പ്രിയമുള്ളവരെ 11 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 11 അത്ഭുത ബാലന്മാരുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, 1-ാമത്തെ കുഞ്ഞ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. 2-ാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച, ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച 2-ാമത്തെ കുഞ്ഞാരെന്നറിയുമോ? മഹദി മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. മറിയം ബീവിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്ന. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങൾ. ആ 114 അധ്യായത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് മറിയമെന്ന. എന്റെ പ്രിയമുള്ളവരെ, മറിയമിനെ മറക്കാൻ കഴിയുമോ പെങ്ങള്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 2 പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം, 2 പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം, 2 പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം.
ആകാ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരോട് രണ്ട് പെണ്ണുങ്ങളെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. രണ്ട് പെണ്ണുങ്ങളെയാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ട് നടക്കാൻ പറഞ്ഞത്. ആരാ രണ്ട് പെണ്ണുങ്ങളാരാ? മഹ്ദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ഒന്നാമത്തെ പെണ്ണ് മറിയം ബീവിയാ. രണ്ടാമത്തെ പെണ്ണ് ഫിറഔനിന്റെ ഭാര്യയായ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകണേ എന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അടുത്ത ആയത്തിൽ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ, രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. ആരാ രണ്ട് പ്രവാചകന്മാര്? ആ രണ്ട് പെണ്ണുങ്ങളേതാ? 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുണ്ടല്ലോ. നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകല്ലേ പെങ്ങള്, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകല്ലേ പെങ്ങള്. രണ്ടാമത്തെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ ആകാൻ പാടില്ല. അല്ലാഹു ദൃഷ്ടാന്തമായി ഇന്നും നിർത്തിയിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഫലസ്തീനിലൊക്കെ യാത്ര പോകുമ്പോ ലൂത്ത് നബിയുടെ ഭാര്യ പടച്ചവനെ കല്ലായി പോയല്ലോ. അതാ കല്ലയായി, അതാ ലൂത്ത് നബിയുടെ ഭാര്യ പാറയായി പോയി കരിങ്കല്ലിനെ പോലെ ഇന്നും ഇരിക്കുന്നുണ്ട് പെങ്ങള്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകാൻ പാടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ അത്ഭുത ബാലനാരാ? മഹ്ദി മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാ മറിയമാരാ? ആരാ മറിയമാരാ? എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയാണ് ഹന്നത്ത് ബീവി. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ല. അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്കൊരു കുഞ്ഞിനെ തരണേ. ഒരുപാട് കൊല്ലങ്ങളായി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഒരിക്കൽ ഹന്നത്ത് ബീവി അല്ലാഹുവിനോട് പറയുകയാണ്, ഇത് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക സമീഉൻ അലീം. ഒരിക്കൽ ഹന്നത്ത് ബീവി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് എത്ര കൊല്ലമായി പടച്ചവര്, എത്ര കൊല്ലമായി പടച്ചവര് മക്കളില്ലാതെ കഷ്ടപ്പെടുകയാണ്. പടച്ചറപ്പേ, എനിക്കെങ്ങാണം നീ ഒരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാമെന്ന് നേർച്ച ചെയ്യുന്നു അല്ലാഹ്. ഹന്നത്ത് ബീവി ദുആ ചെയ്യുകയാ, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ അവനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം പടച്ചവര്. അവിടെന്ന് നേർച്ച ചെയ്യുകയാണ്. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ, അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാവുകയാണ്. വല്ലാത്ത സന്തോഷമാ, ഭാര്യയ്ക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമാ. പടച്ചവനെ, ഹന്നത്ത് ബീവി വിചാരിച്ചത് തന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞായിരിക്കും. അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ. പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ ആണായിരിക്കുമല്ലോ. ഹന്നത്ത് ബീവി വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അവിടന്ന് പ്രസവിക്കുകയാ, അവിടന്ന് പ്രസവിക്കുകയാ. ഫലമ്മാ വലഅതു, അങ്ങനെ അവസാനം അതാ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാണ്. ഖാല റബ്ബി ഇന്നി വലഅതുഹാ ഉൻസാ. ഹന്നത്ത് ബീബി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. ആണാണെന്ന് കരുതിയിട്ട് നടന്ന ഹന്നത്ത് ബീബിക്ക് തെറ്റുപറ്റുകയാ. പടച്ചവരെ, പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാട്. അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ വല്ലാഹു അലമു പടച്ചവരെ, നിനക്കറിയാമായിരുന്നല്ലോ, നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്തതാണല്ലോ പടച്ചവര്. ഞാൻ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് നടക്കുകയായിരുന്നല്ലോ. ഇത് പെണ്ണായി പോയല്ലോ, ഇത് പെൺകുഞ്ഞായി പോയല്ലോ. ആണും പെണ്ണും സമമല്ലല്ലോ അല്ലാ, ആണും പെണ്ണും സമമല്ലല്ലോ അല്ലാ. അവസാനം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കുഞ്ഞിന് പേരിടുകയാണ്.
തന്റെ കുഞ്ഞിന് പേരിടുകയാണ്, മറിയമെന്ന് പേരിടുകയാണ്. തന്റെ പൊന്നുമോൾക്ക് മറിയമെന്ന് പേരിട്ടു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ, ആ നേർച്ച അതാ പാലിക്കണമല്ലോ. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അതാ സക്കരിയ നബിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അള്ളാഹുവിന്റെ പള്ളിക്കകത്തിട്ട് സക്കരിയ നബി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ വളർത്തുകയാ. എപ്പോഴാണ് മറിയം സംസാരിച്ചത്? എപ്പോഴാണ് മറിയം സംസാരിച്ചത്? എപ്പോഴാ അത്ഭുതം കാണിച്ചത്? എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാണ്, വകഫലഹാ സക്കരിയൽ മിഹ്റാബ് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. അതാ മറിയം ബീവി എന്ന് പറയുന്ന പൊന്നുമോൾ പള്ളിക്കകത്ത് കടന്ന് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അതാ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് പഴങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പഴവർഗ്ഗങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുകയാ. സക്കരിയ നബി കണ്ടിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, മറിയമേ, ഈ പഴങ്ങളൊക്കെ എവിടെ നിന്നാ മറിയമേ? ഇതൊന്നും ഇന്ന് വാങ്ങാൻ കിട്ടില്ലല്ലോ, ഈ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങളാണല്ലോ, എവിടെ നിന്നാണെന്ന് മറിയമിനോട് ചോദിക്കുമ്പോ വവജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ പഴങ്ങൾ മുഴുവനും കടിച്ചുകൊണ്ടിരിക്കുമ്പോ സക്കരിയ നബി ചോദിക്കുകയാണ്, കാലയാ മറിയമു അന്നദാ. അവിടുന്ന് ചോദിക്കുകയാണ്, കാലയാ മറിയമു അന്നാലകി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, സംസാരിക്കാൻ പക്വത എത്തുന്നതിന് മുമ്പ് അതാ മറിയം ബീവി എന്ന് പറയുന്ന പൊന്നുമോള് സക്കരിയ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, എന്റെ റബ്ബെനിക്ക് തന്നതാ, എന്റെ റബ്ബെനിക്ക് തന്നതാ. ഈ പഴങ്ങളൊക്കെ തന്നതെന്റെ പടച്ചുറപ്പാ. സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി, സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ആ സമയത്ത് രണ്ട് കൈയും ഉയർത്തിയിട്ട് പടച്ചവനോട് സക്കരിയ റബ്ബഹു. ആ മറിയം ബീവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് സാലിഹായ സന്താനത്തിന് എനിക്ക് തരണേ അല്ലാഹ്. സക്കരിയ നബി പോലും ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ അത്ഭുത ബാലനാരായിരുന്നെന്നറിയുമോ? മഹദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കുഞ്ഞേതാ? സമയത്തിന്റെ പരിധി കുറവായത് കാരണം എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല, എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കുഞ്ഞേതാ? ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച, ശൈത്താന്റെ മനസ്സിൽ വല്ലാത്ത വേദനകൾ സമ്മാനിച്ച മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. ആരാ യഹ്യാ നബി? ആരാ യഹ്യാ നബി? ആരാ? എന്റെ പ്രിയമുള്ളവരെ, യഹ്യാ നബിയുടെ ചരിത്രമെങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് വായിച്ചു നോക്കിയാ റബ്ബിനോട് ദുആ ചെയ്യും, അല്ലാഹ് ഇതുപോലെ ഒരു സന്താനത്തെ എനിക്ക് തരണേ അല്ലാഹ്. ആരാ യഹ്യാ നബി? ആരാ? വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത ഭാര്യയും ഭർത്താക്കന്മാരും ഈ സദസ്സിലിരിപ്പുണ്ടല്ലോ. എന്റെ പെങ്ങളെ, പ്രതീക്ഷ കളയണ്ട, ഒരിക്കലും നീ പ്രതീക്ഷ കളയണ്ട. സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചവനെ, വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങളായി ഒരു കുഞ്ഞില്ലല്ലോ, ഒരു കുഞ്ഞിക്കാല് കാണാവല്ലാതെ കുതിക്കുകയാണ്. പടച്ചുറപ്പിലൂടെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അവസാനം സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു സാലിഹായ സന്താനത്തിന് തരണേ അല്ലാഹ്.
120-ാമത്തെ വയസ്സായിരുന്നു പെങ്ങള്. സക്കരിയാ നബി റബ്ബിനോട് ദുആ ചെയ്തത് 120-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രായം 99 വയസ്സാ. സക്കരിയാ നബിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാ. സക്കരിയാ നബിക്ക് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുക്കുകയാ. എപ്പോഴാ യഹ്യാ നബി സംസാരിച്ചതെപ്പോഴാ? യഹ്യാ നബി സംസാരിച്ചതെപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടെന്ന് പറയുന്നു വഅമ്മാ യഹ്യാ അലൈഹിസ്സലാം ഫതകല്ലമ വഹുവ ഇബ്നു സലാസീർ. യഹ്യാ നബിക്ക് 3 വയസ്സ് പ്രായമായപ്പോ, യഹ്യാ നബിക്ക് 3 വയസ്സ് പ്രായമായപ്പോ അന്നത്തെ പ്രവാചകന് മുന്നിലൂടെ നടന്നു പോകുമ്പോ അവിടെന്ന് പറയുന്നു അശ്ഹദു അന്നക അബ്ദുഹു വറസൂലുഹു. 3 വയസ്സായ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും ദാസനുമാണെന്ന്. ആ കാലഘട്ടത്തിലെ പ്രവാചകനോട് 3 വയസ്സുകാരെ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പാതിരാത്രിയിൽ ഈ വിനീതന്റെ വാല് കേൾക്കാൻ ആവിയിലെ സ്വർഗ പൂങ്കാവനത്തിലേക്ക് ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ബാപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങള്, സക്കരിയാ നബിയെ കാണുന്നില്ല. പടച്ചവനെ, സക്കരിയാ നബി നോക്കുമ്പോ തന്റെ പൊന്നുമോന് യഹിയാനെ കാണുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, യഹിയാ നബിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എപ്പോ നോക്കിയാലും യഹിയാ നബി കരച്ചലാണ്. കരഞ്ഞ് കരഞ്ഞ് തന്റെ മുഖത്തുകൂടെ കണ്ണീരൊഴുകിയിട്ടൊരു ചാല് കാണാമായിരുന്നു. പടച്ചുറപ്പേ, സുജൂദിൽ കിടന്ന് കരയും, പിന്നെ തല ഉയർത്തില്ല. യഹ്യാ നബി സുജൂദിലേക്ക് വീണ് കഴിഞ്ഞ പിന്നെ തല ഉയർത്താറില്ല. ദിവസങ്ങളോളം ഇങ്ങനെ കിടക്കുമായിരുന്നു. അതാ അവസാനം തന്റെ പ്രിയപ്പെട്ട ബാപ്പയായ സക്കരിയാ നബി അലൈഹിസ്സലാം യഹ്യാ നബിയുടെ മുഖസദാ യഹ്യാ നബിയുടെ ശരീരത്തിൽ പിടിച്ചിട്ട് അവിടുന്ന് പിടിച്ചുയർത്തുമ്പോ കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലെ കിളിക്കുമായിരുന്നു. ചെറുപ്പക്കാരാ, ചെറുപായത്തില് യഹ്യാ നബിയെ കാണുന്നില്ല. സക്കരിയാ നബി തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കിടന്ന് തെരഞ്ഞു, കാണാതെ വന്നപ്പോ മസ്ജിദുൽ അഖ്സയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ഒരുപാട് കരഞ്ഞു ദുആ ചെയ്തിട്ട് നീ എനിക്ക് തന്നതാ പൊന്നുമോര്. എന്റെ പൊന്നുമോനെ കാണുന്നില്ല പടച്ചവര്, എന്റെ പൊന്നുമോനെ കാണുന്നില്ല പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയാ നബി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. 120-ാമത്തെ വയസ്സിൽ പടച്ചവന് സമ്മാനമായി കൊടുത്ത പൊന്നുമോനെ കാണാതെ സക്കരിയാ നബി തെരഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം ഒരു ദിവസം പാതിരാത്രിയിൽ പടച്ചവരെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് ഒരു ഖബർസാനിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോൾ, ഒരു ഖബറിന്റെ ചാരത്തുകൂടെ, ഒരു പള്ളിക്കാടിന്റെ സൈഡിലൂടെ, ഒരു ശ്മശാനത്തിന്റെ സൈഡിലൂടെ സക്കരിയാ നബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചില് കേൾക്കുകയാ. പാതിരാത്രി ഒരു കുഞ്ഞ് കിടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. സക്കരിയാ നബി കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിനകത്തിരുന്ന് വല്ലാത്ത കരച്ചിലാ. പടച്ചവരെ, ഖബറിനകത്തിരുന്ന് കരച്ചിൽ കേൾക്കുകയാണ്. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോര്, തന്റെ യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോർ പള്ളിക്കാട്ടിൽ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാണ്. സക്കരിയാ നബി തന്റെ പൊന്നുമോനോട് ചോദിച്ച്, എന്തിനാ മോനെ കരയുന്നത്? വാപ്പാ, അല്ലാഹുവിനെ പേടിച്ചിട്ടാ വാപ്പാ, അല്ലാഹുവിനെ പേടിച്ചിട്ടാ വാപ്പാ. ഞാനും ഇതുപോലെ വന്ന് കിടക്കേണ്ടവനാണല്ലോ.
എന്റെ പ്രിയമുള്ളവരെ, 10 വയസ്സിന് താഴെ പ്രായമുള്ള യഹ്യാ നബി അലൈഹിസ്സലാം പള്ളിക്കാട്ടിൽ ഇടിഞ്ഞു കിടക്കുന്നവര് കബറിനകത്തിറങ്ങിയിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമുക്കതുപോലെ ഒരു മകനുണ്ടോ, നമുക്കതുപോലെ ഒരു മകളുണ്ടോ? പള്ളിക്കാട്ടിൽ പോയിട്ട് കബറിനകത്തിറങ്ങിയിരിക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, വീടിനകത്തിരുന്നിട്ടെങ്കിലും പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് 2 കൈയുയർത്തിയിട്ട് ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും, മരണ വീട്ടിൽ പോകുന്ന സമയത്തെങ്കിലും, മയ്യത്ത് കാണുന്ന സമയത്തെങ്കിലും, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മയ്യത്തിറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്തെങ്കിലും ആ കബറിന്റെ ചാരത്തിരുന്ന് പടച്ചവര്, ഞാനും ഇതുപോലെ എല്ലാം കളഞ്ഞിട്ട് ഒരു ദിവസം വന്ന് 6 മണ്ണിനകത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടവനാണല്ലോ. ആ ചിന്ത നമുക്കുണ്ടോ? ആ ചിന്ത നമുക്കുണ്ടോ? എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ അഹങ്കാരമല്ലേ, ധിക്കാരമല്ലേ, അല്ലാഹുവിനെ പേടിയില്ലാത്തവരല്ലേ? നമുക്കൊക്കെ പടച്ചവനെ പേടിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എന്ത് ചെയ്താലും അല്ലാഹു കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മുസ്ലിമിനും അറിയാം. പിന്നെ തെറ്റ് ചെയ്യുന്നത് അല്ല കണ്ടാൽ എനിക്കെന്താ, അല്ല കണ്ടാൽ എനിക്കെന്താ? എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കാൻ മടിയാണല്ലോ. പടച്ചവരെ, പുണ്യമായ റജബ് മാസം നമ്മൾ അല്ലാഹുവിന്റെ മാസമാണല്ലോ. ഇന്നലെ ദുഹറിന്റെ സമയത്താണല്ലോ നമസ്കാരം ഉദ്ഘാടനം ചെയ്തത്. എന്റെ പ്രിയമുള്ളവരെ, ഈ റജബ് മാസം പോലെ നിസ്കരിക്കാത്തവരുണ്ടല്ലോ, ഖുർആൻ ഓതാത്തവരുണ്ടല്ലോ, ഒരു സ്വലാത്ത് പറയാത്തവരുണ്ടല്ലോ. അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് മക്കള് ജനിക്കൂല, നിനക്ക് യഹ്യാ നബിയെ പോലെ ഒരു കുഞ്ഞിനെ കിട്ടൂല, നിന്റെ മക്കള് സാരികീകളാകൂല. അള്ളാനെ പേടിയുള്ള ഭാര്യക്കും ഭർത്താവിനുമേ നല്ല മക്കളെ കിട്ടൂ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീട്ടില്, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീട്ടില് സാരികായ മക്കള് ജനിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, തലതിരിഞ്ഞ കുടുംബത്തിൽ നല്ല മക്കള് ജനിക്കൂല. കള്ളുകുടിയന്റെ വീട്ടില്, അഹങ്കാരികളുടെ വീട്ടില്, പലിശ തിന്നുന്നവന്റെ വീട്ടില് നല്ല മക്കള് ജനിക്കൂല. നല്ല കുടുംബത്തില് നല്ല വാപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കുമേ നല്ല മക്കള് ജനിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കൂഫ പട്ടണത്തിലൂടെ വിശക്കുന്ന വയറോട് അല്ലാഹുവേ വിശന്ന് വിശന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഈദ് ബദാ പടച്ചവനെ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ വിവാഹം കഴിച്ചിട്ടില്ല. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാടാരടകുള്ള സുന്ദരനായ ഈ ചെറുപ്പക്കാരൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പടച്ചവനെ കൂഫ പട്ടണത്തിലൂടെ നടക്കുകയാണ്. അവസാനം നടന്നു നടന്നു ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ശരീരം തളർന്നിട്ടിങ്ങനെ ആ പുഴയുടെ ചാരത്തിരിക്കുകയാ. പടച്ചവരെ, ഇങ്ങനെ പുഴയുടെ ചാരത്തിരിക്കുമ്പോ ഒരാപ്പിള് വെള്ളത്തിൽ ഒഴുകി വരികയാ, ഒരാപ്പിള് വെള്ളത്തിൽ ഒഴുകി വരികയാ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആപ്പിളെടുത്ത് കഴിക്കുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് കഴിക്കുകയാ. പകുതി കഴിച്ചപ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു, അല്ലാഹ് ഇത് ഹറാമാണല്ലോ റബ്ബേ. അനുവാദം ചോദിച്ചില്ലല്ലോ, ഇതെനിക്ക് തിന്നല് ഹറാമാണല്ലോ റബ്ബേ. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളെടുത്ത് കടിച്ചിട്ട് അതിന്റെ പകുതി കയ്യിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരിരുന്ന് കരയുകയാ. അല്ലാഹുവേ, മരിച്ചാ നരകത്തിലാണല്ലോ, ഞാൻ മരിച്ചാ നരകത്തിലാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, എന്റെ ശരീരത്തിലെ രക്തം പോലും ഹറാമായി പോയല്ലോ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ പുഴയുടെ ചാരത്തുകൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ നടന്നിട്ട് അവസാനം ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ആ തോട്ടത്തിലെ ഒരു മരമാണ് വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്നത്. ആ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു മനുഷ്യനെ കാണുകയാ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, എനിക്കൊന്ന് പൊരുത്തം തരുവോ?
ഈ പറമ്പിൽ നിന്ന്, ഈ തോട്ടത്തിൽ നിന്നൊരു പഴം വെള്ളത്തിൽ വീണിട്ട് ഒഴുകി വന്നു. ഞാൻ വിശപ്പിന്റെ കാഠിന്യത്താലെടുത്ത് കടിച്ചുപോയി. എനിക്ക് പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഞാനല്ല യജമാനൻ, ഞാനിവിടുത്തെ ജോലിക്കാരനോ, ഞാൻ ഈ തോട്ടത്തിലെ ജോലിക്കാരനോ. എന്റെ പ്രിയമുള്ളവരെ, യജമാനന്റെ വീട് എവിടെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു, ഒരു രാവും പകലും നടന്നാലേ എത്തുകയുള്ളൂ. സാബിത്ത് പറഞ്ഞു, ഞാൻ നടക്കാ തയ്യാറോ. പടച്ചവന്റെ പരലോകത്ത് കിടന്ന് ഉരുകുന്നതിനേക്കാൾ, പടച്ചവന്റെ നരകത്തിൽ കിടന്ന് കരിയുന്നതിനേക്കാൾ എനിക്ക് നല്ലത് നടക്കലല്ലേ. പടച്ചവരെ, രാവും പകലും നടന്ന് അവസാനം ആ തോട്ടത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഇതിന്റെ ആവശ്യമുണ്ടോ ചെറുപ്പക്കാരോ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴത്തിന്റെ പകുതി കഴിച്ചതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം രാവും പകലും നടന്നിട്ട് പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരന്റെ ചരിത്രമോ. അവസാനം നടന്ന് ആ വീടിന്റെ മുന്നിലെത്തി ആ മനുഷ്യരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയോ, ഞാൻ നിങ്ങളുടെ തോട്ടത്തിലെ ഒരു അനുവാദമില്ലാതെ തിന്നുപോയി, എനിക്ക് പൊരുത്തം തരുവോ, എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ? ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാ. എനിക്ക് ഉറപ്പിന്റെ മുന്നിൽ രക്ഷപ്പെട്ടാ മതി, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാ മതി. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം, എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം. അവളുടെ രണ്ടിന് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാൻ കഴിയൂല. കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കഴിക്കണം, എങ്കിലേ ഞാൻ പൊരുത്തപ്പെടൂ എന്ന് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരരോട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുമ്പോ അവിടെന്ന് പറയുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാ തയ്യാറാ. ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണല്ലോ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലല്ലോ. എനിക്ക് പടച്ചവന്റെ സ്വർഗത്തിൽ പോകണം, എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം. അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിക്കുകയാണ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിയാത്ത പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവസാനം മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനഴകുള്ള ഒരു സുന്ദരിയായ പെണ്ണ്. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്റെ ഭാര്യ എന്തോ? കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിവില്ലാത്ത എന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് നടക്കാറുള്ള സ്വാധീനമുണ്ട്. പിന്നെ എന്റെ വാപ്പ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ സാബിത്തേ? ഇന്ന് വരെ എന്റെ കണ്ണുകൊണ്ട് പടച്ചവന് ഹറാമാക്കിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല സാബിത്തേ. എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഹറാമ് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാമ് ഞാൻ കേട്ടിട്ടില്ല. നടക്കല്ലേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇന്ന് വരെ റബ്ബെനിക്ക് തന്ന കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ബാപ്പ എങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയാകണം പൊന്നുമോള്, ഇതുപോലെയാകണം പൊന്നുമോള്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് തിന്നിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ ഈ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മകൻ ജനിച്ചു, അവർക്കാണ് മകൻ ജനിച്ചത്. അങ്ങനെയുള്ള കുടുംബത്തില് നല്ല മക്കൾ ജനിക്കൂ. ആ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മകന്റെ പേരേതെന്നറിയുമോ? ആ പൊന്നുമോന്റെ പേരേതെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ആ പൊന്നുമോൻ
വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് തിന്നിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ കിലോമീറ്ററുകളോളം നടന്നുപോയി. അവസാനം ആ യജമാനൻ പറഞ്ഞ എല്ലാ നിയമങ്ങളും അനുസരിച്ചു തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു. ആ ഭാര്യക്കും ഭർത്താവിനും ജനിച്ച മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നല്ല കുടുംബത്തിലെ നല്ല മക്കൾ ജനിക്കും. മഹാനായ യഹിയ നബി അലൈഹിസ്സലാം, അല്ലാഹുവേ അതുപോലെയുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ അതുപോലെയുള്ള മക്കൾ പടച്ചവനെ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ളപ്പോ ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയണമെങ്കിൽ എന്ത് ഈമാനാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കരയൂലല്ലോ. 10 വയസ്സ് പോയിട്ട് 60 വയസ്സായി പള്ളിക്കാട്ടിൽ പോയി ഖബറ് കാണുന്ന ആരെങ്കിലും കരയാറുണ്ട്? ഞാൻ കരയാറുണ്ടോ? നിങ്ങൾ കരയാറുണ്ടോ? കരയാറില്ല എങ്കിൽ ഖബറ് കാണുമ്പോൾ കരയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥലം അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലം, നമ്മൾ ദുനിയാവി ജീവിക്കുമ്പോൾ എല്ലാവരും കൂടെയുണ്ട്. മഹ്ശറയിൽ ചെന്നാൽ ഒറ്റയ്ക്കല്ല, അവിടെയും ആൾക്കാരുണ്ട്. നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല ആൾക്കാരുണ്ട്, സ്വർഗത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല ആൾക്കാരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അത് 6 അടി മണ്ണിനകത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച കരയിപ്പിച്ച 3ാമത്തെ കുഞ്ഞ് മഹാനായ യഹിയ നബി അലൈഹിസ്സലാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ കുഞ്ഞ് 11 പേരുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ പരിധിക്കുള്ളിൽ 11 മണിയാവാറായി. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്താം. 11:30 ഇൻഷാ. പിരിവല്ലോ ഉണ്ടോ? പിരിവില്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുപോവാൻ ഞാൻ പറയാം. ബക്കറ്റ് കൊണ്ടുപോയാൽ മതി. ബക്കറ്റ് പിരിവ് മതി, എല്ലാം തരും ഇൻഷാ അല്ലാഹ്. പിരിവൊക്കെ നിർത്തണം. അല്ല എന്നിട്ട് പിരിവ് പിഴിച്ചല് മാത്രമൊക്കെ നിർത്തണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടിയാ. അള്ളാഹു ആ കടങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് വരുമ്പോൾ ഒരു നല്ല സദഖ എല്ലാവരും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ ബാലൻ ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച, ശൈത്താനെ വല്ലാതെ ഭയപ്പെടുത്തിയ 4ാമത്തെ കുഞ്ഞേതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച 4ാമത്തെ കുഞ്ഞേതാ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. ഈസാ നബി തന്റെ അനുയായികളോട് പറയുമായിരുന്നു, കുറച്ചു മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, ജനങ്ങള് കുറച്ച് മണ്ണ് വാരി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ പടച്ചവനെ അതിനൊരു പറവയുടെ രൂപമുണ്ടാക്കിയിട്ട് പടച്ചവനെ ഒന്നൂരുമ്പോ കയ്യിലിരുന്ന മണ്ണതാ പറക്കുകയാ, പറവകളെ പോലെ പറന്നു പോവുകയാണ്. പടച്ചവനെ യഥാ ഈസാ നബി ഇങ്ങനെ നടന്നു വരുമ്പോ, ഈസാ നബിയും തന്റെ അനുയായികളും നടന്നു വരുമ്പോ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാ, ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാ. ആ ജനാസയുടെ പുറകിൽ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പോവുകയാണ്, ഒരു പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞുകൊണ്ട് പോവുകയാ. പടച്ചവനെ, ഈസാ നബി ചോദിച്ചു, ആ ഉമ്മ എന്തിനാ കരയുന്നത്? അവിടെന്ന് പറയുന്നു, ഈസാ നബിയേ, ആ ഉമ്മയ്ക്കാകെയുണ്ടായിരുന്ന മോനാ, ആ പൊന്നുമോന് മരിച്ചതിന്റെ വേദനയിലാണ് ഉമ്മ കരയുന്നതെന്ന് പറയുമ്പോ ഈസാ നബി യഥാ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു, ഒന്ന് ജനാസ താഴെ വെക്കുമോ? പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന അതാ ജനാസ താഴെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മയ്യത്തിന്റെ മുകളിൽ കൈകൊണ്ടടിച്ചിട്ട് ഈസാ നബി പറയുന്നു, കൊണ്ട് ഇതിനില്ല,
എഴുന്നേക്കടാ പൊന്നുമോര്, എഴുന്നേക്കടാ പൊന്നുമോര്. പടച്ചവനെ, മരിച്ച് കബറടക്കാൻ കൊണ്ടുപോയ പൊന്നുമോൻ എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവേ വയുഹീൽ മൗതാ ബിഇദ്നില്ലാഹ്. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാർ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കാർ അല്ലാഹു അങ്ങനെ ഒരു മുഅ്ജിസത്ത് ഈസാ നബിക്ക് കൊടുത്തിരുന്നു. പടച്ചവരെ, കബറിന്റെ അടുക്കൽ ചെന്നിട്ട് കബറിന്റെ മുകളിൽ അടിച്ചിട്ട് പറയും എഴുന്നേറ്റ് വരാൻ. കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്മാര് എഴുന്നേറ്റ് വരുമായിരുന്നു. ഇങ്ങനെ ഓരോ കബറിന്റെ അടുക്കൽ പോയി കാണിച്ചപ്പോ ജനങ്ങൾ പറയുന്നു, ഈസാ നബിയേ, ഇതിലെന്തോ കള്ളത്തരമുണ്ട് നബിയേ, ഞങ്ങളൊരു കബർ കാണിച്ചു തരോ. ഈ പള്ളിക്കാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന കബറാ നബിയേ, അതിനകത്ത് കിടക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈസാ നബി പറഞ്ഞു, കബറൊന്ന് കാണിച്ചു തരുവോ? എന്റെ പ്രിയമുള്ളവരെ, പഴക്കം ചെന്നവര് കബർ കാണിച്ചു കൊടുത്തു. ഈസാ നബി കബറിന്റെ ചാരത്ത് പോയിരുന്നു. എന്നിട്ട് കൈയെടുത്ത് കബറിന്റെ മുകളിൽ വെച്ചിട്ട് കുൻബീദിനില്ല അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാ പറയുന്നു. ആ കബറിനകത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയോ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ പൊന്നുമോൻ ആരാണെന്ന് ആർക്കും അറിയുന്നില്ല. ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? അവിടെന്ന് പറയുന്നു, സാമിബിനു നൂഹ് നബിയുടെ പൊന്നുമോനാ, നൂഹ് നബിയുടെ പൊന്നുമോനാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം അതാ അവിടെന്ന് കബറിനകത്ത് കിടന്ന് നൂഹ് നബിയുടെ പൊന്നുമോനോട് സംസാരിക്കുകയാ. അവസാനം ചോദിച്ചു, മരിച്ചിട്ട് എത്ര കൊല്ലമായി? 4000 വർഷമായി നബിയേ, 4000 കൊല്ലമായി നബിയേ. അവിടെന്ന് ചോദിച്ചു, പൊന്നുമോനെ സാമേ, മരണവേദന എങ്ങനെയുണ്ടായിരുന്നു സാമേ? സാമെന്ന് പറയുന്ന നൂഹ് നബിയുടെ പൊന്നുമോൻ തന്റെ കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, ഈസാ നബിയേ, തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ, ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നീയും അനുഭവിക്കേണ്ടവനാണല്ലോ, നീയും അനുഭവിക്കേണ്ടവനാണല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. ഒരു തലവേദന പോലും ഇല്ലാത്തവന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. കഴിഞ്ഞ മാസം മംഗലാപുരത്ത് ബാജന പോയപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഭക്ഷണം എടുക്കുന്ന സംഘാടകരോട് പറഞ്ഞു. അവസാനം റൂമിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കലേക്ക് നടന്നു വന്നു. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കലേക്ക് നടന്നു വന്നു. ഉസ്താദേ, എന്റെ കാലിന് വേദനയാ, ദുആ ചെയ്യടൂ. 10-35 വയസ്സുണ്ട്. എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കാലിന് വല്ലാത്ത വേദനയാ, ദുആ ചെയ്യടൂ. ഞാൻ ചോദിച്ചു, എന്തേ പറ്റിയത്? ഉസ്താദേ, ഞാനും എന്റെ കുടുംബത്തിലെ 18 പേര് സിയാറത്തിന് പോയതാ. ആ സഹോദരനും തന്റെ കുടുംബത്തിലെ 18 പേര് പടച്ചവനെ സിയാറത്തിന് പോയതാണ്. അവസാനം സിയാറത്ത് കഴിഞ്ഞ് മൈസൂരിലൂടെ കടന്നു വരുമ്പോ പടച്ചവനെ ഒരു പള്ളിയുടെ ചാരത്ത് വന്നപ്പോ സുബഹി ബാങ്ക് വിളിക്കുകയാ. ഒരു പള്ളിയുടെ അടുക്കൽ വന്നപ്പോ സുബഹി ബാങ്ക് വിളിച്ചു. ഈ ചെറുപ്പക്കാരൻ ഡ്രൈവറിന്റെ പുറകെ സീറ്റിലിരിക്കുകയാ. അവിടുന്ന് ഡ്രൈവറായ ചെറുപ്പക്കാരനോട് പറഞ്ഞു, വണ്ടി നിർത്തുമോനെ, നിസ്കരിക്കാ, എല്ലാവർക്കും നമസ്കരിക്കാ. ഡ്രൈവർ പറഞ്ഞു, അതാ ഡ്രൈവർ പറയുന്നു, ഇവിടത്തെ പള്ളിയിൽ നമസ്കരിക്കാ പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ല. ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താ അപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാ സൗകര്യമുണ്ട്. നമസ്കാരം തീരുന്നതിന് മുമ്പേ അവിടെ എത്താമെന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, വണ്ടി വിടുകയാണ്. ആ ചെറുപ്പക്കാരെ പറഞ്ഞു, ഉസ്താദ്, കുറെ
കുറെ സമയം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് ഏറ്റവും പുറകിലിരുന്ന ആ വണ്ടിയുടെ ഏറ്റവും പുറകിലിരുന്ന തന്റെ കുടുംബത്തിലെ ഒരു പൊന്നുപോലെ പിടിച്ച് മുന്നിലിരുത്തി. എന്നിട്ട് അവന്റെ കയ്യിലിരുന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ വണ്ടിയുടെ ഏറ്റവും പുറകിൽ പോയിരുന്നു. പടച്ചവരെ 4 മിനിറ്റ് കണ്ണെന്നറിയാതെ അടഞ്ഞുപോയി. ഒരു ശബ്ദം കേട്ടിട്ടാണ് റബ്ബേ കണ്ണ് തുറക്കുന്നത്. എന്റെ ഉസ്താദേ, എതിരെ വന്ന ഒരു ടാങ്കർ ലോറിയിലേക്ക് പടച്ചവരെ വണ്ടി ഇടിച്ചിട്ട് ആരും അനങ്ങുന്നില്ല, ഒരു മനുഷ്യനും അനങ്ങുന്നില്ല. ഈ ചെറുപ്പക്കാരന്റെ മുന്നിലെ സീറ്റ് കാലിൽ വന്ന് ഇടിച്ചു കയറിയിട്ട് കാലനക്കാൻ കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരെ പറഞ്ഞു, ഉസ്താദ്, എന്റെ കയ്യിലിരുന്ന എന്റെ പൊന്നുമോർ, എന്റെ കയ്യിലിരുന്ന എന്റെ പൊന്നുമോര് മരിച്ചുപോയി ഉസ്താദ്. ഞാൻ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്നിട്ട് ഉമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞു മരിച്ചുപോയി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ഡ്രൈവറിന്റെ പുറകെ ഇരുന്നിട്ട് അവിടെ എഴുന്നേറ്റ് വന്ന് ഏറ്റവും പുറകിലിരുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരനെ മുന്നിൽ കൊണ്ടിരുത്തി. പടച്ചവരെ 9 പേരാ ഒറ്റയടിക്ക് പോയത്, 9 പേരാ ഒറ്റയടിക്ക് പോയത്. എന്റെ പ്രിയമുള്ളവരെ, മനസ്സുവല്ലാതെ വിറച്ചുപോയി. സ്വന്തം കുഞ്ഞിന്റെ മയ്യത്ത് കയ്യിൽ വെച്ചിട്ടിരുന്ന ചെറുപ്പക്കാർ തിന്നാനിരുന്ന ഭക്ഷണം പോലെ കഴിക്കാൻ കഴിയാതെ പടച്ചവരെ കൈ കഴുകിയിട്ട് എഴുന്നേറ്റു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ വീട്ടിലൊന്ന് കേറുവോ ഉസ്താദ്, എന്റെ വീട്ടിലൊന്ന് കേറുവോ ഉസ്താദ്. പടച്ചവരെ കേറി ചെല്ലുമ്പോ എന്റെ മുന്നിലൂടെ ഒരു കുഞ്ഞിങ്ങനെ ഓടിപ്പോവുകയാ. ഒരു 3 വയസ്സ് പ്രായമുണ്ട്. ഒരു ചെറിയ പൊന്നുപോലിങ്ങനെ ഓടിപ്പോകുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന ഉസ്താദ്, മോർച്ചറിയിൽ കൊണ്ടുപോയ മയ്യത്താ ഉസ്താദ്, മരിച്ചെന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയ പൊന്നുപോരാ. അല്ലാഹുവേ, കണ്ണ് നിറഞ്ഞുപോയി. 12 വയസ്സുള്ളവര് പൊന്നുപോർ. പടച്ചവരെ 9 സർജറി കഴിഞ്ഞു, മൂത്രം നിൽക്കുന്നില്ല. 12 വയസ്സിന്റെ ഇടയില് പടച്ചവരെ 9 പ്രാവശ്യം അവന്റെ ശരീരം കീറി മുറിച്ചു. പടച്ചവരെ മൂത്രം നിൽക്കുന്നില്ല. എന്നടുക്കൽ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ, ഉസ്താദേ ദുആ ചെയ്യണേ. അല്ലാഹുവേ, വേദനിക്കുന്ന മനസ്സോടെ തളർന്ന ഹൃദയത്തോടെ ആ വീടിനകത്തിരിക്കുന്നു. അല്ലാഹുവേ, സന്തോഷം പോലെ അല്ലാഹുവേ ആ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട 13 വയസ്സുള്ളവര് പൊന്നുമോള് അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദ്, എനിക്ക് ഹാഫിളാകണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദേ ദുആ ചെയ്യണേ, ഉസ്താദേ ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞത് എന്തിനെന്നറിയുമോ? നാളെ നന്നാകാമെന്ന് പറഞ്ഞു മാറ്റിവെക്കല്ലേ. ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവാ. എന്റെ പ്രിയമുള്ളവർക്ക് കഴിഞ്ഞ റമദാനിൽ ഓർമ്മയുണ്ടോ? പുതുകൂട്ട് പള്ളിയിലെ വേദ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ കുടുംബത്തെ കൊണ്ടുവന്ന് മയ്യത്ത് കുളിപ്പിച്ചവരെ കണ്ടവരാണ്. ഒരു അല്ലാഹുവേ JCB കൊണ്ടുവന്ന് വലിയൊരു കുഴിയെടുത്തിട്ട് നിരത്തി അല്ലാഹുവേ കബർ കുടിച്ചിട്ട് കബറടക്കിയവരെ കണ്ടവരാ. പക്ഷേ അവരൊക്കെ ഭാഗ്യവാന്മാരാ, അവരൊക്കെ ഭാഗ്യവാന്മാരാ. മഗ്രിബിന്റെ നോമ്പ് വരാ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ പടച്ചവനെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയ വഴിയിലെ പറവകളെ പോലെ പറന്ന് സ്വർഗത്തിൽ പോയവരാ. പക്ഷേ ചെറുപ്പക്കാരാ, നിനക്കാ ഭാഗ്യം കിട്ടണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ദുനിയാവാ പൊന്നുമോള്. ഇന്ന് വളരെ വരുമ്പോഴും 3 വയസ്സുള്ള പൊന്നുമോള്, ഉസ്താദേ ക്യാൻസറാ, ഉസ്താദേ ക്യാൻസറാ. എന്റെ 3 വയസ്സുള്ള പൊന്നുമോള് RCCയിലാ. ദുആ ചെയ്യട്. എന്ത് തെറ്റ് ചെയ്തിട്ടാ പെങ്ങള്? 3 വയസ്സുള്ള പൊന്നുമോള് എന്ത് അപരാധമാ ചെയ്തത്? നിസ്കരിക്കാത്തതാണോ? ഖുർആൻ ഓതാത്തതാണോ?
അല്ലെങ്കിൽ സലാത്ത് പറയാത്തതാണോ, ശരീരം തുറന്നിട്ടത് കൊണ്ടാണോ? ഇല്ല പൊന്നു പെങ്ങള്, ഇല്ല പൊന്നു പെങ്ങള്. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ മാസമായ പരിശുദ്ധമായ റജബ് മാസം നമ്മളോട് വിട പറയുകയാണ്. പടച്ചവര് ഇനി ശഅബാൻ കടന്നു വരികയാ, റമളാനിനെ സ്വീകരിക്കാ കാത്തിരിക്കുകയാ. അതുകൊണ്ട് മനസ്സും ശരീരവും പടച്ചവന്റെ മുന്നിൽ കഴുകി ശുദ്ധിയാക്കി ഒരു നല്ല ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബി സംസാരിച്ചതപ്പെടാ, ഈസാ നബി സംസാരിച്ചതപ്പെടാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ അല്ലാഹ് ഭർത്താവില്ലാതെ ഗർഭിണിയാവുകയാ, വിവാഹം കഴിക്കാതെ ഗർഭിണിയാവുകയാ. പടച്ചവരെ എങ്ങനെയാ ഗർഭിണിയായത്? മറിയം ബീബി ഗർഭിണിയായത് എങ്ങനെ? ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോ റൂഹുല്ലാഹി ഈസാ റൂഹുല്ലാഹ് പടച്ചവരെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീബി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ പടച്ചവരെ ഇറങ്ങി വന്നിട്ട് തന്റെ നെഞ്ചിലേക്കൊന്ന് ഊതുകയാണ്, തന്റെ നെഞ്ചിലേക്കൊന്ന് ഊതുകയാണ്. മറിയം ബീബി ഗർഭിണിയാവുകയാ, മറിയം ബീബി ഗർഭിണിയാവുകയാ. പടച്ചവനെ ഭർത്താവില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയായാൽ, കല്യാണം കഴിയാതെ ഒരു പെണ്ണ് ഗർഭിണിയായാ പിന്നെ പറയാനില്ലല്ലോ പടച്ചവനെ, പിന്നെ പറയാനില്ലല്ലോ. ജനങ്ങൾ മുഴുവനും മറിയം ബീവിയെ കളിയാക്കുകയാണ്, എല്ലാവരും മറിയം ബീവിയെ കളിയാക്കുകയാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ഗർഭിണിയായി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഖാലൂ യാ മറിയം ലഖദ് ജിഅത ശൈഅൻ ഫരിയാ. നാട്ടുകാരെ ചോദിക്കുന്നു, മറിയമേ നീ വഴിപിഴച്ചു പോയല്ലോ, മറിയമേ നീ എങ്ങനെയാ ഗർഭിണിയായത്? നീ ഒരു വൃത്തികെട്ടവളായി പോയല്ലോ. അവിടെന്ന് പറയുന്നു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയാ. നിന്റെ കുടുംബക്കാരെല്ലാം നല്ലവരായിരുന്നല്ലോ, നിന്റെ കുടുംബക്കാര് മുഴുവനും നല്ലവരായിരുന്നല്ലോ. നീ മാത്രം എന്തേ പിഴച്ചുപോയത്? നീ മാത്രം എന്തേ പിഴച്ചുപോയത്? ഭർത്താവില്ലാതെ പടച്ചവരെ വിവാഹം കഴിക്കാതെ ഒരു പെണ്ണ് ഗർഭിണിയായി നാട്ടുകാരെ മുഴുവനും കളിയാക്കി പരിഹസിച്ച് വേദനിപ്പിച്ച് നാണം കെടുത്ത് ഇല്ലാത്തത് പറഞ്ഞു പരത്തികെട്ട് സഹിക്കാൻ കഴിയാത്ത വേദനയോട് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ നടക്കുകയാ. പറയാ മറുപടിയില്ലല്ലോ, പറയാ മറുപടിയില്ലല്ലോ. അവസാനം അങ്ങനെ മറിയം ബീവി 9.5 മാസം കഴിഞ്ഞു പടച്ചുറപ്പേ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയോ, ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാണ്, ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ തന്നെ കളിയാക്കിയ ജനങ്ങളോട് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാ, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവനോട് തന്നെ ചോദിക്കൂ, അവന്റെ വാപ്പയാരാ, അവന് പിഴച്ചുണ്ടായവരാണോ, അവരോട് ചോദിക്കാൻ തന്റെ പൊന്നുമോനെ കാണിച്ചു കൊടുക്കുമ്പോ ജനങ്ങളെ ചോദിക്കുന്നു, മറിയമേ കൈഫ തുകല്ലിമു മൻ കാന ഫീ മഹ്ദി സബിയാ. കുഞ്ഞുങ്ങളെ സംസാരിക്കുവോ മറിയമേ? പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുവോ മറിയമേ? നീ ഞങ്ങളെ കളിയാക്കുകയാണോ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? മറിയം ബീവി പറഞ്ഞു, അല്ല, ചോദിക്കൂ. അല്ലാഹുവേ, ജനങ്ങൾ ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, ഖാല ഇന്നീ അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലഹു നബിയ്യാ. തൊട്ടിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന ഈസാ നബി എന്ന പൊന്നുപോലെ തന്റെ ഉമ്മയെ കളിയാക്കിയവരോട്, പരിഹസിച്ചവരോട്, നാണം കെടുത്തിയവരോട്, ഇല്ലാത്തത് പറഞ്ഞ് പരത്തിയവരോട് അവിടെന്ന് പറയുന്നു, ഖാല ഇന്നീ അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ. ആതാനിയൽ കിതാബ വജഅലഹു നബിയ്യാ.
അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാ, എനിക്ക് കിതാബ് നൽകിയെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവര്, ശൈത്താനമല്ലാതെ വേദനിപ്പിച്ച, ശൈത്താനമല്ലാതെ കരയിപ്പിച്ച നാലാമത്തെ അത്ഭുത ബാലനാരോ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമത്തെ കുഞ്ഞ് നിർത്തുകയാണ്. അഞ്ചാമത്തെ കുഞ്ഞ് ഇൻഷാ അല്ലാഹ് 11 പേരുണ്ട്. 11:30 നിർത്തണം ഇൻഷാ അല്ലാഹ്. ഇന്നലെ എനിക്ക് നിലമ്പൂരായിരുന്നു വഴുത്. ഇപ്പൊ ഇന്ന് രാത്രി തന്നെ, നാളെ അട്ടപ്പാടിയില, അകളി, തമിഴ്നാട്ടില പോടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു 11:30 വരെ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? അത് നിർത്തണം. നിങ്ങൾ പറ, നിർത്തണോ വേണ്ടേ? ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ആഗ്രഹം ഉണ്ടോന്ന് അറിയണമല്ലോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും വേണം. സന്തോഷവും സമാധാനവും. ലോകം ഇടിഞ്ഞു വീഴാനും പതറരുത്. ലോകം ഇടിഞ്ഞു വീണാലും പതറാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിക്കും. മനസമാധാനം അതില്ലെങ്കിൽ പോയി വാപ്പ. എന്തൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, തിന്നിട്ട് വയറ് നിറയുന്നില്ല. വലിയ വീടുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. ഭാര്യയും മക്കളും കൂടെയുണ്ട്, തൃപ്തിപ്പെടാൻ എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാം ഉണ്ട്, സമാധാനമില്ലാത്തവന്റെ ജീവിതം നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അതാ വേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് സമാധാനമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, രാത്രി പായിൽ പോയി കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചാലും, ക്യാൻസർ രോഗം പിടിച്ചാലും, മക്കൾ മരിച്ചാലും, ലക്ഷങ്ങളുടെ കടം വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മനസ്സ് പറയും, കുഴപ്പമൊന്നുമില്ല. ലക്ഷങ്ങളുടെ കടം വന്ന് പെട്ടെന്ന് കച്ചവടം, മനസ്സ് പറയും ലാഭം വരും. നമ്മുടെ മനസ്സ് നമുക്ക് ധൈര്യം തരും. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തൂടെ? ഒരു കാര്യം പറഞ്ഞുതരാൻ. ചെയ്യുമോ? വേണമെങ്കിൽ ചെയ്താൽ മതി, സമാധാനം കിട്ടും, അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല, തലകുത്തി നിൽക്കണമെന്നല്ല, നിസാരം 2 സൂറത്ത് ഓതിയാൽ മതി എന്ന് നബിയനാ റസൂലുള്ളാഹി. 2 സൂറത്ത് രാവിലെ ഓതിയാൽ മതി. അതും വലിയ സൂറത്തല്ല, ചെറിയ 2 സൂറത്ത് നീ ഓതിയാൽ നിനക്ക് അന്നത്തെ ദിവസം കടക്കുന്നത് വരെ സമാധാനം കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാളെ ഒന്ന് ഓതി നോക്ക്. സമാധാനം കിട്ടുമോ ഇല്ലയോ എന്ന്, സത്യമാണോ കള്ളമാണോ എന്നെങ്കിലും അറിയാനെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? വയറ്റിനകത്ത് പോയ പ്രാണി ഇപ്പോഴാ പുറത്തു പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരേ ഒരു കാര്യം അവസാനം പറഞ്ഞാൽ പോരെ? പക്ഷെ അത് 2 കാര്യം മറക്കരുത്, ഓർമ്മിപ്പിക്കണം. ഇത് പറയാന്ന് പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മറന്നുപോയാലും നിങ്ങളെ ഓർമ്മിപ്പിക്കണം. സമാധാനം കിട്ടാനുള്ള 2 സൂറത്ത് അള്ളാഹു നമുക്ക് ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5-ാമത്തെ കുഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, 5-ാമത്തെ അത്ഭുത ബാലനാരാ
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. എല്ലാവർക്കും സുലൈഖയുടെയും യൂസുഫ് നബിയുടെയും ലവ് സ്റ്റോറി കേൾക്കാൻ വല്ലാത്ത സന്തോഷമാ. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം വല്ലാത്ത സൗന്ദര്യമുള്ള പ്രവാചകനാണല്ലോ. അള്ളാഹു ഒരുപാട് സൗന്ദര്യം കൊടുത്ത പ്രവാചകനാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും അള്ളാഹുവേ പൊട്ടക്കിണറ്റിനകത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുമ്പോ അവസാനം അള്ളാഹു പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവസാന പടച്ചവരെ അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുകയാ. അവസാനം അസീസ് രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുലൈഖ യൂസുഫിന്റെ സൗന്ദര്യം മതിമറന്നുപോയി. യൂസുഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് സഹിക്കാ കഴിയുന്നില്ല. അള്ളാഹുവേ, വല്ലാത്ത സൗന്ദര്യമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നാളെ സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാ, യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി തന്റെ മുന്നിലൂടെ നടന്നു പോയപ്പോ തന്റെ കയ്യിലിരുന്ന കത്തികൊണ്ട് കൈ മുറിച്ചിട്ട് അവര് ചോദിച്ചത് മലക്കാണോ മനുഷ്യനാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞ സൗന്ദര്യത്തിന് അള്ളാഹു രണ്ടായി വേർതിരിച്ചു. അതിന്റെ പകുതി അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തു, പിന്നെ പകുതിയുണ്ട്. അതിന്റെ ആ പകുതിയിൽ രണ്ടായി വേർതിരിച്ചു. അതിന്റെ പകുതി യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെയുള്ള 4% ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യർക്കും അള്ളാഹു കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലൂടെ നടക്കുകയാണ്. സുലൈഖ എന്ന പെണ്ണിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. യൂസുഫിന് വല്ലാത്ത ആഗ്രഹമാ, യൂസുഫിനോട് വല്ലാത്ത മോഹമാ. എപ്പോഴും യൂസുഫിന് അതാ ഹൃദയത്തിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാ. യൂസുഫ് എന്ന് പറഞ്ഞാൽ സുലൈഖാന് പ്രാന്തായിരുന്നു, വല്ലാത്ത പ്രണയമായിരുന്നു, വല്ലാത്ത പ്രേമമായിരുന്നു. പടച്ചവനെ, ഒരു ദിവസം സുലൈഖ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന രണ്ട് രാജ്ഞിയുണ്ടല്ലോ, യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ യൂസുഫേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് പടച്ചവരെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവിടെന്ന് പറയുന്നു, സുലൈഖ യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുന്നു, സുലൈഖ ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്കല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്ക് റബ്ബിനെ പേടിയാ സുലൈഖ, എന്റെ യജമാനനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സുലൈഖ. പടച്ച റബ്ബേ, സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് യൂസുഫ് എന്ന ചെറുപ്പക്കാരെ തെള്ളി മാറ്റുകയാ. അല്ലാഹുവേ, എന്നിട്ട് മണിയറയ്ക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. സുലൈഖ പുറകെ ഓടി യൂസുഫ് എന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഓടുകയാണ്. അവസാനം ഓടി വാതിലിന്റെ മുന്നിലെത്തി. സുലൈഖ യൂസുഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാ. യൂസുഫിന്റെ വസ്ത്രത്തിലേക്ക് കയറി പിടിച്ചു. യൂസുഫ് വാതിൽ തുറന്നിട്ട് ഇറങ്ങി ഓടാ നോക്കുമ്പോ പടച്ച റബ്ബേ, സുലൈഖ അതാ വസ്ത്രം വലിച്ചു കീറിയിരിക്കുകയാ. അതാ യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ മണിയറയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അസീസ് രാജാവിന്റെ മുന്നിലേക്കാണ് വാതിൽ
തുറന്ന് ഇറങ്ങുന്നത്. അസീസ് രാജാവ് തന്റെ യജമാനന്റെ മുന്നിലേക്കാണ് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് സുലൈഖ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ വൃത്തികെട്ടവനെയാണോ വീടിനകത്ത് കയറ്റിയത്? ഇവൻ എന്നെ കയറി പിടിച്ചു, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവൻ നോക്കി. പടച്ചവനെ, യൂസുഫ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. യൂസുഫ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ഭാര്യ പറഞ്ഞു അവനാണ് എന്നെ കയറി പിടിച്ചത്. യൂസുഫ് പറഞ്ഞു ഇവളാണ് എന്നെ കയറി പിടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല. ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഞ്ചാമത്തെ അത്ഭുത ബാലനാരാ? തെറ്റ് ചെയ്തത് ഭാര്യയാണോ യൂസുഫാണോ? ആരാണെന്നറിയാതെ വീടിനകത്ത് കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുമ്പോ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവേ, സുലൈഖയുടെ കൊട്ടാരത്തിൽ ഒരു പാല് കുടിക്കുന്ന പൊന്നുമോർ, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. തൊട്ടിലിനകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. അസീസ് രാജാവിനോട് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. തെറ്റ് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. അസീസ് രാജാവ് ചോദിച്ചു, എന്ത് വഴിയാ? അവിടെന്ന് പറയുന്നു, രാജാവേ, യൂസുഫ് ഇട്ടിരുന്ന കമീസ് എടുക്കണം. യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസ് എടുക്കണം. എന്നിട്ട് അതിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തത് യൂസുഫാ. അങ്ങയുടെ ഭാര്യയെ കയറി പിടിക്കാൻ പോയപ്പോ, അങ്ങയുടെ ഭാര്യയെ കയറി പിടിക്കാൻ പോകുമ്പോ ആ പെണ്ണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി യൂസുഫിന്റെ വസ്ത്രം വലിച്ചു കീറിയിട്ടുണ്ടാകും. മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫാ. അല്ല, യൂസുഫിന്റെ വസ്ത്രത്തിന്റെ പുറകു സൈഡാണ് കീറിയിരിക്കുന്നതെങ്കിൽ സുലൈഖയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. യൂസുഫ് നിരപരാധിയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അസീസ് രാജാവ് വസ്ത്രം എടുത്തു നോക്കുമ്പോ അതിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, അഞ്ചാമതായി സംസാരിച്ച കുഞ്ഞു വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, യൂസുഫ് നബിയുടെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ആറാമത്തെ കുഞ്ഞാരാ? ആറാമത്തെ കുഞ്ഞാരാ? മഹ്ദി മാഷിത്താ. മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോനാണ്. മാഷിത്താ ബീബിയുടെ പൊന്നുമോനാണ്. പടച്ചവനെ, മാഷിത്തയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. മേറാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുന്നവര് ഖബർ കാണുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരുടെ ഖബറാ? അവിടെ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, അതൊരു പെണ്ണിന്റെ ഖബറാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം ഞാൻ തന്നെ പല സദസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. തന്റെ പെറ്റുമ്മ, പടച്ചവരെ, തന്റെ പെറ്റുമ്മയോട് തീക്കകത്തേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്ന് കരയുമ്പോ ആ പൊന്നുമോൻ ഉമ്മയോട് പറയുന്നു, ഉമ്മാ, നമ്മളൊക്കെ സ്വർഗത്തിലാ, പേടിക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞുകൊടുത്ത ആറാമത്തെ കുഞ്ഞു മാഷിത്ത ബീവിയുടെ പൊന്നുമോനാ. ഏഴാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവേ, പടച്ചവനെ, ചരിത്രത്തിൽ കാണാ, ഒരുമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടിലിന്റെ മുന്നിൽ തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഉമ്മയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന തന്റെ ഉമ്മ തന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ജഅൽനീ മിസ്ല ഹാദാ,
ഈ മനുഷ്യനെ പോലെ എന്റെ മോനെയാക്കണേ അല്ലാ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് തന്റെ പൊന്നുമോനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുതിരയുടെ മുകളിൽ സഞ്ചരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ പൊന്നുമോനെ ഇവനെ പോലെയാക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്ത് തീരേണ്ട താമസമുണ്ടല്ലോ. പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞങ്ങോട്ട് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് വായെടുത്തു മാറ്റുകയാ. എന്നിട്ട് തല ഉയർത്തിയിട്ട് ആ മനുഷ്യനെ എന്ന് നോക്കി. കുതിരയുടെ മുകളിൽ സഞ്ചരിച്ചു പോകുന്ന മനുഷ്യര് ആ പാല് കുടിക്കുന്ന പൊന്നുമോനെന്ന് തല ഉയർത്തി നോക്കി. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തജഅൽ മിസ്ല ഹാദാ, എന്നെ ഇവനെ പോലെയാക്കല്ലേ അല്ലാ, എന്നെ ഇവനെ പോലെയാക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് പിന്നെയും പാല് കുടിക്കുകയാണ്. ഉമ്മ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. ഒരു പെണ്ണിനെ വ്യഭിചാരിയെന്ന് വിളിച്ചുകൊണ്ട് നാട്ടുകാർ മുഴുവനും കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാ. ഉമ്മാന്റെ മുന്നിലൂടെ ആ പെണ്ണിങ്ങനെ ഓടുമ്പോ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല ഹാദാ, എന്റെ പൊന്നുമോനെ ഇവളെ പോലെയാക്കല്ലേ അല്ലാ. ആ സമയത്ത് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് തലയങ്ങോട്ട് മാറ്റുകയാ. എന്നിട്ട് കുഞ്ഞ് തല ഉയർത്തിയിട്ട് ആ ഓടിപ്പോകുന്ന പെണ്ണിനെ നോക്കി. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുമ്മ ജഅൽനി മിസ്ല ഹാദാ, എന്നെ ആ പെണ്ണിനെ പോലെയാക്കണേ അല്ലാ. ഉമ്മ അത്ഭുതപ്പെടുകയാണ്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ അത്ഭുതപ്പെടുകയാണ്. ആ പാല് കുടിക്കുന്ന പൊന്നുമോനോട് ചോദിച്ചു, മോനെ എന്തേ നീ വിപരീതമായി ദുആ ചെയ്തത്, എന്തേ നീ വിപരീതമായി ദുആ ചെയ്തത്? ആ പൊന്നുമോന് പറയുന്നു, ഉമ്മ ആ കുതിരയുടെ മുകളിൽ പോകുന്നവൻ അഹങ്കാരിയാ, അവൻ ധിക്കാരിയാ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും അഹങ്കാരമാ, അവനെ ജനങ്ങള് വലിയവനാണെന്ന് പറയാൻ വേണ്ടി നടക്കുന്നവരാ. പക്ഷേ ആ രണ്ടാമതോടിയ പെണ്ണുണ്ടല്ലോ, അവള് നിരപരാധിയാണുമ്മാ. നാട്ടുകാര് തെറ്റിദ്ധരിച്ചിട്ടാണ് അവളെ കല്ലെറിയുന്നത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവള് സ്വർഗത്തിന്റെ അവകാശിയാ, അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അവളെ പോലെ എന്നെ ആക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞു ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഏഴാമതായി സംസാരിച്ച കുഞ്ഞതാണ്. എട്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ഇതുകൂടെ പറഞ്ഞു നമുക്കിന്ന് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, സഹാബാ, പണ്ടൊരു രാജാവുണ്ടായിരുന്നു സഹാബാ, പണ്ടൊരു രാജാവുണ്ടായിരുന്നു സഹാബാ. അവിടെന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ രാജാവിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? അദ്ദേഹമാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാ. തന്റെ ജനങ്ങളെ മുഴുവനും ആ മനസ്സിനെ ആരാധിക്കണമെന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വസമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗദ്. അല്ലാഹുവേ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാ. പടച്ചറപ്പേ, ആ രാജാവിനെ ആരാധിക്കാത്തവരെ മുഴുവനും ഒരു വലിയ തീക്കുണ്ടാരത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുകയാണ്. തീയുടെ മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന നിർത്തം. എന്നിട്ട് ചോദിക്കും, ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഇല്ലെന്ന് പറയുന്നവരെ മുഴുവനും ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. അങ്ങനെ ജനങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട മാതാവ് ഒരു കുഞ്ഞിനെയും ചുമലിൽ വെച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമലിൽ വെച്ചുകൊണ്ട് കടന്നു വരികയാ. തീയുടെ മുന്നിൽ വന്നു, കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുന്നിലേക്ക് കടന്നു വന്നു. ഉമ്മാന്റെ മനസ്സിലൊരു ചിന്ത വരുന്നു, അല്ലാ, പടച്ചറപ്പേ,
എന്റെ കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ അല്ലാ, എന്റെ പൊന്നുമോൻ എന്ത് തെറ്റേ ചെയ്തത്, അവനെ വെറുതെ കൊന്നുകളയടോ, ഈ തീക്കകത്തേക്ക് തന്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ചാടണമല്ലോ. ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാ, ആ ഉമ്മയോട് ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു, യാ ഉമ്മ ഇക്തഹ്മീ ഫഇന്ന അദാബദ് ദുനിയാ അഫ്ളലു അദാബിൽ ആഖിറ. തീയിലേക്ക് ചാടാ പേടിച്ചു നിൽക്കുന്ന ഉമ്മയോട്, ആ പാല് കുടിക്കുന്ന പൊന്നുമോന് ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന, പേടിക്കല്ലേ, തോറ്റു കൊടുക്കല്ലേ, ചാടുമ്മ, ആ തീയിലേക്ക് എടുത്ത് ചാടുമ്മ. അതിനകത്താണ് പടച്ചവന്റെ സ്വർഗമിരിക്കുന്നത്, ആ തീയുടെ അടിയിലാണ് സ്വർഗമിരിക്കുന്നത്. ഈ വൃത്തികെട്ടവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ. അല്ലാഹുവാണ് വലിയവര്, പടച്ചവനാണ് വലിയവന്, അവൻ നമുക്ക് സ്വർഗം തരും. ചാടാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയോട് പറഞ്ഞു കൊടുത്ത പൊന്നുപോർ, എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി പറഞ്ഞു തരികയാ. അവസാനം തന്റെ തോരക്കുഞ്ഞിനെ അതാ തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്ത് ചാടിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ എങ്ങനെ ചെയ്യുമോ? നമ്മൾക്ക് ആ ഈമാൻ ഉണ്ടാകുമോ? എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പ് ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ടു കാമുകന്മാരുടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, കാഫിരീങ്ങളുടെ കൂടെ ഒളിച്ചോടുന്നവരുണ്ടല്ലോ, പടച്ചവനെ മറന്നു പോകുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, മുസ്ലിമാണല്ലോ പൊന്നുമോള്, 5 നേരം നിസ്കരിച്ചവളാണല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയവളാണല്ലോ, ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് അറിവുള്ളവളാണല്ലോ. പിന്നെ എങ്ങനാ നിന്നെ കൊണ്ടിത് ചെയ്യാ കഴിയുന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, നിനക്ക് പഠിക്കാൻ, നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കാൻ ഒരു പെണ്ണിന്റെ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മക്കയിലൂടെ നടന്നു പോവുകയാ. പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ, ഖുറൈശികളുണ്ടല്ലോ, ഒരാടിനെയും പെണ്ണിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ടു മരുഭൂമിയിലിട്ട് അടിക്കുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. പട്ടിക തല്ലുന്നത് പോലെ, പേപ്പട്ടിക തല്ലുന്നത് പോലെ, വരുന്നവനും പോകുന്നവനുമല്ല പടച്ചവര് ഒരു മനുഷ്യരെയും ഒരു ഭാര്യയും ഭർത്താവരെയും ഇട്ട് തല്ലുകയാ. അല്ലാഹുവേ, അവര് ചെയ്ത തെറ്റേതെന്നറിയോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. പടച്ചവരെ, ജനങ്ങളെ മുഴുവനും അവരെ ഇട്ട് തല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോ മഹദി സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ടു ചുട്ടുപടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലിട്ട് ജനങ്ങളെ മുഴുവനും തല്ലുകയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അമ്മാർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിയിട്ട് തലകീഴായി തീക്കകത്ത് കെട്ടിയിറക്കിയിരിക്കുകയാ. റബ്ബേ, ശരീരം മുഴുവനും കത്തുകയാണ്. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും തീ പിടിച്ചിട്ട് കരിയുകയാ. പച്ചയിറച്ചി കരിഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു മരണവെപ്രാളത്തിൽ തീക്കകത്ത് കിടന്ന് കരയുകയാ. പടച്ചവര്, അതാ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ ചാടി എഴുന്നേറ്റിട്ട് തീക്കകത്ത് കിടന്ന് കരിയുന്ന ഭർത്താവിനെ ഓടി വന്ന് തെള്ളിവെളിയിൽ
വെളിയിലേക്ക് ഇടുകയാ, തീക്കകത്ത് നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയാണ്. അല്ലാഹുവേ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു കത്തിക്കരിഞ്ഞ ശരീരവുമായി പടച്ചവരെ മരുഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് നടന്നു വന്നു. ശരീരം മുഴുവനും കരിഞ്ഞിട്ട്, മുഖത്തെ തുളി മുഴുവനും കരിഞ്ഞു പോയിട്ട് ഈ എല്ലുകൾ വെളിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന അമ്മാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തൊന്ന് തൊടാ പോലെ കഴിയുന്നില്ലോ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാറേ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ അമ്മാറേ. പടച്ചവരെ, ശത്രുക്കൾ മുഴുവനും തല്ലിച്ചതയ്ക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം സുമയ്യ ബീവി വിളിച്ച് പറയുകയാ, അല്ലാഹുവേ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആ പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചു പറയുന്നു, അമ്മാറേ, അല്ലാഹു വഹദു, അല്ലാഹുവാണ് വലിയവര്, പടച്ചവരാണ് വലിയവര്. പതറല്ലേ, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ, ഇവന്മാര് നമ്മളെ കൊന്നാല് തോറ്റുകൊടുക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. തന്റെ ഭർത്താവിന് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂജഹൽ ഒരു കമ്പി എടുത്തിട്ട് അല്ലാഹുവേ, സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ ഒരു കമ്പിയെടുത്ത് കുത്തിയിറക്കുകയാ. അടിവയറ്റിലൂടെ കമ്പ് വെളിയിലേക്ക് വരികയാണ്. ആ കമ്പി തന്റെ ശരീരത്തിലൂടെ കേറിയിറങ്ങിയിട്ട് അടിവയറ്റിലൂടെ വെളിയിലേക്ക് വന്നു. അബൂജഹല് സുമയ്യാനെ ചവിട്ടി തറയിലിടുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബേ മരുഭൂമിയിലേക്ക് വീഴുകയാ. ആ സമയത്തും തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, നമ്മള് മുസ്ലിമീങ്ങളാ, നമ്മള് മുസ്ലിമീങ്ങളാ. അല്ലാഹു വഹദ്, പടച്ചവനേകനാട്, അല്ലാഹുവാണ് വലിയവർ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അബൂജഹല് തന്റെ കാലെടുത്ത് സുമയ്യയുടെ കഴുത്തിൽ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുകയോ, മരുഭൂമിയിലേക്ക് തന്റെ മുഖം ചവിട്ടി താകുകയോ. അപ്പോഴും സുമയ്യ എന്ന മുസ്ലിം പെണ്ണ് പറഞ്ഞു, അല്ലാഹുവാണ് വലിയവർ. അബൂജഹലിനെ സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സുമയ്യ ബീവിയെ പിടിച്ച് മലർത്തിക്കടത്തിയിട്ട് ആ കുത്തിയിരുന്ന കമ്പി അങ്ങോട്ട് വലിച്ചൂരിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുമ്പിക്കൊത്തി ആ കമ്പി കുത്തിയിറക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയിട്ട് വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്, പടച്ചവനാണ് വലിയവര്, പടച്ചവനാണ് വലിയവര്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ സുമയ്യ കിടക്കുന്ന സ്വർഗം ചോദിക്കുന്ന പെണ്ണ്, ആ സുമയ്യ കിടക്കുന്ന സ്വർഗമല്ലേ മോളെ ആഗ്രഹിക്കുന്നത്? എന്തേ നിന്റെ ജീവിതത്തിലുള്ളത്? പറയാനൊരു നന്മ പറ പെങ്ങള്. നിനക്ക് സ്വർഗത്തിൽ പോകാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ പെങ്ങള്. എന്തുണ്ട് പെങ്ങള്? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും എനിക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് പറഞ്ഞ അമ്മാർ റളിയല്ലാഹു തആല അൻഹു, ആ സഹാബി കിടക്കുന്ന സ്വർഗമല്ലേ വാപ്പാ നീയം ചോദിക്കുന്നത്? എന്തേ നിനക്ക് പറയാറുള്ളത്? ആ സ്വർഗം കിട്ടാൻ എന്തേ നിന്റെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകല്ലേ. പടച്ചറപ്പേ, മരിക്കുന്ന സമയം വരെ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്.
ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലോ. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലോ. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലോ. പടച്ചവനെ എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി തരണേ അല്ലോ. ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവര് മരിച്ചാൽ ഇവരെ പോലെ മരിക്കണമെന്ന് പറയണേ അല്ലോ. മരിക്കുന്ന സമയത്ത് 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലോ. എന്റെ പ്രിയമുള്ളവര്, പടച്ചവന്റെ പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടിയാ ഒരു ബിൽഡിംഗ് കെട്ടി. പടച്ചവരെ ലക്ഷങ്ങൾ കടമുണ്ട്. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു നല്ല സദക്കയെടുക്കട്, ഒരു നല്ല സദക്കയെടുക്കട്. പടച്ചവരെ ഒരു കടം വീട്ടാറല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ കടം വീട്ടാറല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരു സദക്കയെടുത്ത് ബക്കറ്റിലിടുമ്പോൾ, ഒരു സദക്കയെടുത്ത് ബക്കറ്റിലിടുമ്പോ അല്ലാഹുവോട് ചോദിക്കണമല്ലാ, കടക്കാരനാക്കി എന്നെ നീ മരിപ്പിക്കല്ല അല്ലാ. പടച്ചറപ്പേ, അല്ലാഹുവേ, കടക്കാരനായി മരിച്ചാൽ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ലെന്നാണല്ലോ. അല്ലാഹുവേ, എന്നെ കടക്കാരനാക്കി മരിപ്പിക്കല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദക്കയുടെ പ്രതിഫലം എനിക്ക് കാണിച്ച് തരണേ അല്ലോ എന്ന നിയ്യത്തോടെ ഒരു നല്ല സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. പെട്ടെന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് സംഘാടകർ പെട്ടെന്ന് പോകാം. എല്ലാവരും ഒരു നല്ല സദക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ ആരെല്ലാം നിന്റെ പള്ളിയുടെ കടം വീട്ടാർ, പടച്ചവനെ സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ റജബിന്റെ അവസാന രാത്രിയിൽ പടച്ചവരെ ഒരു നല്ല സദക്ക ആര് കൊടുക്കുന്നു അവരെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവരെ, അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അറുത്തു മുറിക്കുന്ന മാരകരോഗത്തിന്റെ അടുക്കളുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയടേ അല്ലാ. പടച്ചുറപ്പേ, വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമായ സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ അത്ഭുത ബാലൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുറൈജിന്റെ ചരിത്രം നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുറൈജ് വല്ലാതെ ആബിദായ മനുഷ്യനായിരുന്നു, വല്ലാതെ അറിവുള്ള മനുഷ്യൻ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിവാഹം കഴിച്ചിട്ടില്ല. എപ്പോഴും 24 മണിക്കൂറും ഇബാദത്താ, 24 മണിക്കൂറും ഇബാദത്താ. എപ്പോഴും നിസ്കാരം. പടച്ചവനെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വീടിനകത്തിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്തു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സമായപ്പോൾ പടച്ചവനെ മാറി ചെന്നിട്ട് ഒറ്റയ്ക്കൊരു വീട് കെട്ടി, ഒരു ചെറിയ തമ്പ് കെട്ടിക്കെട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്താ. രാവും പകലും അല്ലാഹുവേ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി, ജുറൈജിനെ ഒന്ന് കാണണമെന്ന് തോന്നി. തന്റെ പ്രിയപ്പെട്ട മാതാവ് നടന്നു പോവുകയാണ്.
പടച്ചവനെ എത്രയോ ദിവസമായി പൊന്നുമോനെ കണ്ടിട്ട് അവൻ ഒറ്റയ്ക്കൊരു കുടിലകത്തിരുന്ന് രാവും പകലും നിസ്കാരമാണല്ലോ, ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. അല്ലാഹുവേ, ജുറൈജിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമോന്റെ കുടിലിന്റെ വെളിയിൽ ചെന്ന് വിളിച്ചു, ജുറൈജേ, പൊന്നുമോനെ ജുറൈജേ, ഒന്ന് വാതില് തുറക്കുവോ? തന്റെ പ്രിയപ്പെട്ട മാതാവ് വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുകയാണ്. ജുറൈജാണെങ്കിലോ നമസ്കാരത്തിലാ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ജുറൈജ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിച്ചു. ജുറൈജ് ചിന്തിച്ചു, അല്ലാ, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മയോട് എന്തെന്ന് ചോദിക്കാ, നമസ്കാരത്തിലാണല്ലോ, നമസ്കാരം കഴിഞ്ഞിട്ട് എന്തേ എന്ന് ചോദിക്കാ. പടച്ചവനെ, ഉമ്മ വീടിന്റെ വെളിയിൽ കാത്തു നിന്നു. കുറെ സമയം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയി. അല്ലാഹുവേ, രണ്ടാമതും ജുറൈജിന്റെ മാതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നുമോരോടൊന്ന് സംസാരിക്കണമെന്ന ആഗ്രഹത്തോട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, ജുറൈജേ, വാതില് തുറക്കു ജുറൈജേ. അപ്പോഴും ജുറൈജ് നമസ്കാരത്തിലാ, അപ്പോഴും ജുറൈജ് നമസ്കാരത്തിലാ. ഉമ്മാന്റെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഉമ്മ മടങ്ങിപ്പോയി, ഉമ്മ മടങ്ങിപ്പോയി. പടച്ചവനെ, മൂന്നാമതും പ്രിയപ്പെട്ട മാതാവ് കടന്നു വരികയാണ്. ജുറൈജിന്റെ ഉമ്മ മൂന്നാമതും കടന്നു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു, മോനെ ജുറൈജേ, നമസ്കാരത്തിലായത് കാരണം ഉമ്മയുടെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. 3 പ്രാവശ്യം വീടിന്റെ വെളിയിൽ നിന്ന് വിളിച്ചിട്ടും തന്റെ പൊന്നുമോന് വിളി കേൾക്കാതെ വന്നപ്പോ ആ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ചെറുപ്പക്കാരാ, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ. ആ ഉമ്മയാ വീടിന്റെ മുന്നിലിരുന്നു കൊണ്ട് മനസ്സ് നൊന്തിട്ട് പറയുന്നു, അല്ലാഹുമ്മ ലാ തുലിതു ഹത്താ യൻളുറു വജൂഹിൽ മുനിസാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. പൊന്നുമോര് രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ. ഉമ്മാന്റെ ശാപം വാങ്ങല്ലേ. നമ്മുടെ ഉമ്മയെങ്ങാനും മനസ്സ് നൊന്തിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ പൊന്നുമോനെ രക്ഷപ്പെടുമെന്ന് നീ കരുതല്ലോ. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലോ, ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ലോ. ജുറൈജ് നമസ്കാരത്തിലായത് കാരണം ഉമ്മയുടെ വിളിക്കുത്തരം നൽകാ കഴിഞ്ഞില്ല. എന്നിട്ടും ആ ഉമ്മ ദുആ ചെയ്തു, അല്ലാ, നാട്ടുകാരുടെ മുന്നിൽ ഇവനെ വ്യഭിചാര ആരോപണം നടത്തി നാണം കെടുത്താതെ എന്റെ മോനെ നീ മരിപ്പിക്കല്ലുറപ്പേ. ജുറൈജിതൊന്നും അറിയുന്നില്ല, ജുറൈജിതൊന്നും അറിയുന്നില്ല. പടച്ചവരെ, തന്റെ കുടിലകത്തിരുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളതാ ജുറൈജിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. വീടിന്റെ വാതിൽ വന്ന് കാത്തിരിക്കുകയാണ്. ഒരു ദിവസം വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഈ പെണ്ണ് വീടിനകത്ത് കയറിയിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും ഉരിഞ്ഞു മാറ്റിയിട്ടു ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ കിടന്ന് ഡാൻസ് ചെയ്യുകയാ. പക്ഷേ ജുറൈജ് അനങ്ങുന്നില്ല. അള്ളാനെ പേടിച്ച് കഴിയുന്നവനാണല്ലോ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. ജുറൈജ് ചലിക്കുന്നില്ല. അവസാനം ആ പെണ്ണ് നാണം കെട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് എങ്ങനെ നമസ്കരിച്ച് ഇബാദത്ത് ചെയ്തു നല്ലതുപോലെ കഴിയുമ്പോ ഒരു പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണുണ്ടല്ലോ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാ. നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഈ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. ഈ കൊട്ടാരത്തിന്റെ അകത്ത് ഈ കുടിലിനകത്തിരിക്കുന്ന മനുഷ്യനാണ് എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ. ഇവന് കള്ളനാ, ഇവന് കള്ളനാ. പടച്ചവര് പറയേണ്ട താമസമുണ്ട്.
ഉണ്ടല്ലോ. നാട്ടുകാര് മുഴുവനും ജുറൈജിന്റെ വീട് തല്ലി നശിപ്പിക്കുകയാണ്. ജുറൈജിന്റെ താടിയിൽ പിടിച്ചിട്ട് തല്ലുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ജുറൈജ് എന്ന ചെറുപ്പക്കാരര് നാട്ടുകാര് മുഴുവനും കളിയാക്കി പരിഹസിച്ചു. പടച്ചവരെ നാണം കൊടുത്തു. എല്ലാം ഉമ്മാന്റെ ദുആയാ, എല്ലാം ഉമ്മാന്റെ ദുആയാ. പടച്ചവരെ അവസാനം ജനങ്ങൾക്ക് മുഴുവനും മുന്നിൽ മുഴുവനും നാണം കെട്ട് കഴിയുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, സത്യമെന്ന് തെളിയിക്കാൻ ഒരവസരം തരുവോ, എനിക്കൊരൽപ്പം സമയം തരുവോ, ഇതിന്റെ സത്യം എന്താണെന്ന് തെളിയിക്കാൻ ഒരൽപ്പം സമയം തരുവോ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് സമയം കൊടുക്കുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ 2 റക്അത്ത് നിസ്കരിക്കാ കൈകെട്ടുകയാ. എന്നിട്ട് നമസ്കാരത്തിലെ സുജൂദിൽ കിടന്ന് പടച്ചവരോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, നിനക്കറിയാമല്ലോ റബ്ബേ, നിനക്കറിയാമല്ലോ റബ്ബേ, എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല അല്ലാ. നമസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചവരോടുള്ള സംസാരമാ പൊന്നുപോല്. ഒരു മറ പോലുമില്ലാതെ പടച്ചറപ്പ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. റബ്ബിനോട് സംസാരിക്കണം ചെറുപ്പക്കാരോ, റബ്ബിനോട് സംസാരിക്കണം ചെറുപ്പക്കാരോ. അല്ലാഹുവേ, എത്രയോ പേര് നമസ്കാരത്തിൽ അല്ലാഹുവോട് സംസാരിച്ചിട്ടുണ്ട്. പടച്ചറപ്പ് തൂക്കുകയറിലേക്ക് കയറ്റി നിർത്തിയപ്പെടും ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നോ. അവസാനം 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അവിടെന്ന് പറയുന്നു, അല്ലാ, എപ്പോഴും വലിയ സൂറത്തുകളാ ഓതുന്നത്, ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം ഞാൻ വലുത് ഓതിയാ എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവരെ വിചാരിക്കും പടച്ചവര് എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവേ, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു. എഴുന്നേൽക്കുകയാണ്. കൈക്കുഞ്ഞുമായി നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞ, കുഞ്ഞിനെ വന്ന് കൊണ്ടുവരുവോ, എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ആ ചോരക്കുഞ്ഞിനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ ചോരക്കുഞ്ഞിനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ജുറൈജ് കൈയുടെ വിരലെടുക്കുകയാണ്. ഒരു വിരലെടുത്തിട്ട് ആ കുഞ്ഞിന്റെ പുക്കളിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മന്നപോ ോടെ നോക്കി നിൽക്കുമ്പോ ആ പാല് കുടിച്ചു കൊണ്ടിരുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, അവിടെന്ന് പറയുകയാ, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയനാണെന്ന് പാല് കുടിക്കുന്ന പൊന്നുപോലെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കിടന്നു വന്നവര് എല്ലാം നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനയുള്ളൂ. നമുക്ക് ജന്മം തന്ന പടച്ചവരെ വിവാഹം കഴിച്ച് നല്ല ഒരു പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ ഉമ്മാനെ മറന്നു പോകുന്ന മക്കളുണ്ടല്ലോ പടച്ചവരെ. പിന്നെ ഉമ്മയവൻ അധികം പറ്റാവുകയാണല്ലോ. ഒരു വലിയ വീട് കിട്ടിക്കഴിയുമ്പോ, ഒരു നല്ല ജോലി കിട്ടിക്കഴിയുമ്പോ, അല്പം പണം കിട്ടിക്കഴിയുമ്പോ, കൊട്ടാരം പോലെയുള്ള വീടിനകത്ത് കിടന്ന് ഉമ്മ മൂത്രമൊഴിച്ചാൽ, ഉമ്മ വീടിനകത്ത് കിടന്ന് കാശിച്ചാൽ, ഉമ്മയൊന്ന് മുറുക്കിയിട്ട് തുപ്പിയാ പടച്ചവരെ നമ്മളെ കൊണ്ട് സഹിക്കാ കഴിയില്ലല്ലോ. പെറ്റുമ്മാന വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരാ. നമ്മുടെ വീടിന്റെ വിളക്കാ പോര്, നമ്മുടെ വീടിന്റെ വിളക്കാ പോര്. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിങ്ങൾ പലരും ഉമ്മാനെ മറന്നു പോകുന്നവരാ. ഭർത്താവിന്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോ ഒരു ഭർത്താവും മക്കളും വീടും പണവും നിനക്ക് കിട്ടുമ്പോ നിനക്ക് ജന്മം തന്ന ഉമ്മാനെ നീ മറന്നുപോയല്ലോ. മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ടല്ലോ. ഉമ്മാന്റെ കബറെവിടെയാണെന്നെങ്കിലും നിനക്കറിയുവോ പെങ്ങള്? സ്വന്തം ഉമ്മയുടെ കബററിയാത്ത മക്കളുണ്ട്. ഉമ്മാന് വേണ്ടി ആസീനോദാത്ത മക്കളുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ട്. എന്തിനാ ജീവിക്കുന്നത്? എന്റെ പ്രിയമുള്ള വാപ്പമാരോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നീ നിന്റെ ഉമ്മാനെ പള്ളിക്കാട്ടിലിട്ട് കരയിപ്പിക്കുന്നവരാ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ട്. അല്ലാഹുവേ, റസൂലുള്ള പറയുന്നുണ്ട്, ചില ഉമ്മമാര് കബറിനകത്ത് കിടന്ന് യാചിക്കുകയാ.
നിന്റെ ഉമ്മ ഒരാളുടെ മുന്നിലും ഇന്ന് വരെ കൈനീട്ടിയിട്ടില്ല. നിന്റെ വാപ്പ മരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിച്ചിട്ടല്ല വാപ്പാ നിന്നെ വളർത്തിയത്. അങ്ങനെ വളർത്തിയ നിന്റെ ഉപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? ഖബറിനകത്ത് കിടന്ന് ചോദിക്കുന്നു, അല്ലാ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ. ഉമ്മാനെ യാചിപ്പിക്കുന്ന മക്കള്, വാപ്പാനെ യാചിപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന പെങ്ങള്, നിന്റെ മോളും നിന്നോട് ഇത് ചെയ്യും മോള്, നിന്റെ മക്കളും നിന്നെ ഇതുപോലെ തെണ്ടിപ്പിക്കും പെണ്ണ്, നിന്റെ മക്കളും ഇതുപോലെ കബറിനകത്തിട്ട് നിന്നെ കരയിപ്പിക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളി പടച്ചവരെ ഓരോ വർഷവും 1-ാം ക്ലാസ് മുതൽ തുടങ്ങി 8 വരെ എത്തൂ. പടച്ചവരെ ആ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയാ എന്റെ പ്രിയമുള്ളവരെ ഉമ്മാന്റെ മുഖം നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. എത്ര സ്നേഹിച്ചതാ ചെറുപ്പക്കാരാ. ഉമ്മ എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. നിന്റെ പേര് കേട്ടാ നിന്റെ ഒരു ഉമ്മ കിട്ടാതെ നിന്റെ ഉമ്മ ഉറങ്ങില്ലായിരുന്നല്ലോ. നിന്നെ അത്ര കണ്ട സ്നേഹിച്ച ഉമ്മാനെ നീ എന്തേ മറന്നുപോയത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, അവസാനം നിന്റെ വിവാഹത്തിന്റെ സമയമെത്തിയപ്പോ ഉമ്മ തന്റെ ശരീരത്ത് കടന്നത് വരെ ഇന്നാ മോളെ എന്ന് പറഞ്ഞു ഊരി നിന്റെ കയ്യിൽ തന്ന പെറ്റുമ്മാനെ മറന്നു പോകല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവന്റെ പള്ളിയുടെ കടം വീട്ടാ മനസ്സുണ്ടോ പെങ്ങള്? ഒരുപാടൊന്നും കൊടുക്കണ്ട. അല്ലാഹു നിനക്ക് തന്നത് മുഴുവനും നീ കൊടുക്കണ്ട. 100-ൽ-1 കൊടുത്താ മതി പെങ്ങള്. നിന്റെ കയ്യിലുള്ളത് മതി മോള്. ഇത്ര വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഇത്ര തരണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ഉമ്മാന് വിലയിടാറ് നമ്മുടെ വാപ്പയ്ക്ക് വിലയിടാ നമ്മൾ അർഹരല്ലല്ലോ. പടച്ചവരെ, എന്റെ ഉമ്മയുടെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണമല്ലോ. എന്റെ ഉമ്മ കബറിനകത്ത് കിടന്ന് യാചിക്കാൻ പാടില്ല. എന്റെ വാപ്പ കബറിനകത്ത് കിടന്ന് എന്നെ ശപിക്കാൻ പാടില്ല. പടച്ചവരെ, റജബിന്റെ രാത്രിയാ. എന്റെ പ്രിയമുള്ളവരെ, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഒരു സദഖ കൊടുക്കാൻ കഴിയോ? നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നില്ല. നിനക്ക് ജന്മം തന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഒരു സദഖ കൊടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരോട് ഇത്രയും കാലം ജീവിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചോ എല്ലാവരും പറയും ഉസ്താദേ എന്റെ മക്കൾക്ക് വേണ്ടിയാ. വാപ്പാ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഇപ്പോ 10, 40, 50 വയസ്സായല്ലോ. ഇന്ന് രാത്രി മരിച്ചുപോയാ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയാറുണ്ട്. പള്ളിക്കാട്ടില് കൊണ്ടുവെക്കുമ്പോ 6 അടി മണ്ണിനകത്ത് നിനക്ക് വേണ്ടി എന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നമ്മുടെ മക്കള് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കൂലല്ലോ, നമ്മുടെ മയ്യത്ത് നമസ്കരിക്കൂലല്ലോ, നമ്മുടെ കബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യില്ലല്ലോ. അവർക്ക് അതുപോലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് റജബിന്റെ രാത്രിയിൽ നമ്മൾ വിട പറയുകയാ. ആരോട് പറഞ്ഞു വെച്ചിട്ടില്ല. ഇത്ര തരണമെന്നൊരാളോടും ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള്, മരിച്ചുപോയ ഉമ്മാനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ മോളെ? മരിച്ചുപോയ വാപ്പാനെ നിനക്കൊന്ന് സ്വപ്നം കാണണ്ട്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇന്ന് രാത്രി വയല് കിടന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ ഉമ്മ അടുത്ത് വന്നിട്ട് മോളെ സുഖമാണോ പൊന്നുമോളെ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇന്ന് രാത്രി നിന്റെ സ്വപ്നത്തിൽ വരണ്ട് ചെറുപ്പക്കാരാ. വാപ്പാനെ ഒന്ന് സ്വപ്നം കാണണ്ട്, വാപ്പാനെ ഒന്ന് സ്വപ്നം കാണണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വയലിന് കയറുമ്പോ കരഞ്ഞുകൊണ്ടാ ഞാൻ വയല് പറഞ്ഞത്. കാരണം എനിക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം പടച്ചവനെ, വയലിന്റെ സദസ്സിൽ കയറിയപ്പോ എന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ മൊബൈലിൽ ഒരു ഫോട്ടോ അയച്ചു തന്നു. പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു നോക്കുമ്പോ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ചിത്രമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും ഞങ്ങളുടെ ഉപ്പയുടെ ഫോട്ടോ ഇല്ല. എന്റെ ഉപ്പാന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലുമില്ല. പടച്ചവനെ, ഇന്ന്
ഇന്നലെ പെട്ടെന്ന് എന്റെ ഉപ്പയുടെ ഫോട്ടോ എന്റെ മൊബൈലിൽ വന്നപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി, കണ്ണ് വല്ലാതെ നിറഞ്ഞു പോയി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉപ്പാനെ നമുക്കൊന്ന് കാണണ്ടേ. 3-4 ദിവസം മുമ്പ് വയത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ പടച്ചവരെ 8 മണി സമയമായി രാവിലെ. എനിക്ക് ഉറക്കം വന്നിട്ട് പടച്ചവനെ റോഡിന്റെ സൈഡില് വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോ എന്റെ സ്വപ്നത്തിൽ എന്റെ വാപ്പ കടന്നു വന്നു. പടച്ചവരെ, എന്റെ ഉപ്പ എന്റെ സ്വപ്നത്തിൽ കടന്നു വന്നു. പടച്ചവനെ, റോഡ് സൈഡിൽ വണ്ടിക്കകത്ത് കടന്നപ്പോ എന്റെ ഉപ്പ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചുമ്മ തരുന്നത് കണ്ടട്ടാ ഞെട്ടിയുണർന്നത്. അല്ലാഹുവേ, കാണണ്ടേ ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി കാണണം മോരെ. ഈ റജബിന്റെ രാത്രിയിൽ ഈ സ്വർഗത്തിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുമ്പോ മരിച്ചുപോയ ഉപ്പാന്റെ പുഞ്ചിരിക്കുന്ന മുഖം നിനക്കൊന്ന് കാണണ്ടേ. ഉമ്മ സ്നേഹത്തോടെ നിന്നെയൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവന്റെ പള്ളിയുടെ കടത്തിന് വേണ്ടിയാ അള്ളാന് കടം കൊടുക്കാ മനസ്സുണ്ടോ? അല്ല തന്നെ ചോദിക്കുന്നു, ആരെങ്കിലും എനിക്ക് കടം തരുവോ? എനിക്കാരെങ്കിലും കടം തന്നാ അവന് സ്വർഗം ഞാൻ പകരം തരാ. അല്ലയാ പറഞ്ഞത്, അല്ലാഹുവാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ ഒരു കടം ചോദിക്കുകയാ, അള്ളാന് വേണ്ടി ഒരു കടം ചോദിക്കുകയാ. പടച്ചവന്റെ പള്ളിയുടെ മദ്രസയുടെ കടം വീട്ടാരോ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്നൊരാളെയും പറഞ്ഞു നിർത്തിയിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഉസ്താദന്മാര് പറഞ്ഞു ചോദിക്കും, ഉസ്താദേ, ഉസ്താദിന്റെ കയ്യിൽ തരാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവര് പറഞ്ഞത് കൊണ്ട് മാത്രം ചോദിക്കുകയോ? പെങ്ങളെ, 1 മിനിറ്റ് നീ ഒന്ന് കണ്ണടച്ചിരിക്കുമോളെ. എന്നിട്ട് നിന്റെ ഉമ്മാനെ നിനക്കൊന്ന് ഓർമ്മ വരട്ടെ, നിന്റെ വാപ്പാനെ നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. ആ പാവങ്ങളുടെ കബറിനകത്ത് ഇന്നത്തെ രാത്രി സ്വർഗത്തിന്റെ കവാടം തുറക്കണം. ഇന്നവർക്ക് പെരുന്നാളിന്റെ സന്തോഷം വേണം. ആ മാതാപിതാക്കളുടെ പൊരുത്തം എനിക്ക് കിട്ടണം. ഞാനും മരിച്ച് കബറി കിടക്കുമ്പോ എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ ഉമ്മ കബറി കടന്ന് യാചിക്കാ പാടില്ല. എന്റെ ഉമ്മ കബറിനകത്ത് കിടന്ന് തെണ്ടാ പാടില്ല. ഉസ്താദേ, എന്റെ ഉമ്മയുടെ ശരീരത്തിൽ കിടന്ന സ്വർണ്ണമൂരി എന്റെ കയ്യിൽ തന്നിട്ടാ ഉമ്മ പോയത്. ഉസ്താദേ, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാനൊരു സദക്ക തരാ തയ്യാറാ. പെങ്ങളെ ഊരിക്കൊടുക്കാൻ കഴിയുമോ? ഈ ആവിയിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് പെങ്ങള് ദുആ ചെയ്ത് പിരിയുകയോ? ഇനി കാണണമെന്നില്ല, അല്ലാഹു ആയുസ് തരണമെന്നില്ല. നാളെ സിറാജ് മരിച്ചെന്ന വാർത്തയായിരിക്കാ ചിലപ്പോൾ കേൾക്കേണ്ടത്. ചിലപ്പോ നീ മരിച്ചെന്ന വാർത്തയായിരിക്കും കേൾക്കേണ്ടത്. നമ്മളെല്ലാവരും സമന്മാരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മുഴുവനും ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാ. പടച്ചറബ്ബേ, നിനക്ക് കടം തരുന്ന അടിമകള് നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലാ, നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലാ. സദക്ക കൊടുക്കാനുള്ള മനസ്സ് ഈ പാവങ്ങൾക്ക് കൊടുക്കണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടലും ഈ സദസ് മതിരൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കുമാറാകട്ടെ.